ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു ഞായറാഴ്ച പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങളുള്ളൊരു ദിവസമായിരിക്കും. ചിലപ്പോൾ ചില ഫങ്ഷൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ കുറേ പർച്ചേസും കാര്യങ്ങളും ഒക്കെ പ്രോഗ്രാമൊക്കെ ആയിട്ട് ഫുള്ള് ബിസി ആയിരിക്കും. അതേപോലെ ഒരു സൺഡേ ആയിരുന്നു എനിക്കും. ഇന്ന് ഫുള്ള് ബിസി ആയിരുന്നു. രാവിലെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഡെക്കാത്തലോണിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. ഡെക്കാത്തലോണിൽ എത്തിക്കഴിഞ്ഞാൽ ആര്യന് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്കും അവനെയും കൊണ്ട് ഒരു ടെൻഷനും ഇല്ല. എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും അവൻ അവിടെ സ്പെൻഡ് ചെയ്യും. ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ സൈക്ലിങ്ങിനുള്ള ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആര്യന് ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ഷോപ്പിങ്ങിന് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പോട്ടാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും എല്ലാവരും ശ്രദ്ധിച്ചോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ജാംജൂമിലാണ് ചെന്നത്. അവിടുന്ന് ഇതേപോലെ വീട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അവനെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവന് കയ്യിൽ കിട്ടുകയില്ല, ഓടിക്കൊണ്ടിരിക്കും. ഇവിടുന്ന് ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാണ്ടില്ല, കുറച്ച് ഗ്രോസറി ഐറ്റംസ് മാത്രമേ മേടിക്കാണ്ടായിരുന്നുള്ളൂ. അപ്പം അവരെയും കൊണ്ട് അതിനെ നടക്കുന്ന ടൈമിൽ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ജാംജൂമിൽ എപ്പോൾ സൺഡേ ചെന്ന് കഴിഞ്ഞാലും ഇതാണ്, ഭയങ്കര തിരക്കാണ്. നമുക്ക് വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ പറ്റൂല, ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവിടെ ആര്യന് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അവന് സാധനങ്ങൾ വലിച്ചു വാരിയിടോ അല്ലെങ്കിൽ ഓടുമോ എസ്കലേറ്ററിലോടി കയറുമോ എന്നൊക്കെയുള്ള തിരക്ക്. അതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാറിങ്ങി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫുഡ് കഴിക്കാൻ കാരണം നമ്മൾ പെരിന്തൽമണ്ണ ജംഗ്ഷനിൽ സിഗ്നലിൻ്റെ കോഴിക്കോട് റോഡിന് ഇറങ്ങണോടെ തന്നെയുള്ളൊരു ഷോപ്പാണ്. കേരള റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോആണ് അതിൻ്റെ പേര്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലാതെ കേട്ടോ നെയ്ച്ചോറും ചിക്കൻ പീസും ഓർഡർ ചെയ്തു. എനിക്ക് എന്തോ നെയ്ച്ചോറ് കഴിക്കാനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ദോശയും ആണ് ഓർഡർ ചെയ്തത്, ചിക്കൻ പീസും അങ്ങനെ. പക്ഷേ നമ്മൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെ ചില കടകളിൽ കയറിയുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡുകൾ കിട്ടുമല്ലോ, അതേപോലെ ഒരു കടയായിരുന്നത്. എന്തായാലും ഇന്നത്തെ ഞായറാഴ്ച എത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.